ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാക്രോ എക്കണോമിക് സ്കൂൾസ് ആണ്, അഥവാ മാക്രോ എക്കണോമിക് തോട്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ക്ലാസിക്കൽസും കെയ്നീഷ്യൻസിനെയും കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ സ്കൂൾസിൽ വരുന്ന ഒരുപാട് ഐഡിയാസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ക്ലാസിക്കൽസ് ഒരുപാട് ഐഡിയാസ് പറഞ്ഞു, കെയ്നീഷ്യൻസ് ഒരുപാട് ഐഡിയാസ് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആ പഠിച്ച കാര്യം തന്നെയാണ്, നല്ല കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പോസ്റ്റ് കെയ്നീഷ്യൻസ് ആണ്, അതായത് കെയ്ൻസിന് ശേഷം വന്ന സ്കൂൾസ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്കൂൾസ് ആണ് മോണിറ്ററിസം, അതേപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽസ്, സപ്ലൈ സൈഡ്, ന്യൂ കെയ്നീഷ്യൻ, ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ്. ഇതിൽ നമ്മൾ ഈ പറയുന്ന സ്കൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു സ്കൂളാണ് ന്യൂ പൊളിറ്റിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് അവരുടെ ഐഡിയാസിനൊന്നും വലിയ പോപ്പുലാരിറ്റി കിട്ടിയിട്ടില്ല. ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം മോണിറ്ററിസം. മോണിറ്ററിസം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് മിൽട്ടൺ ഫ്രീഡ്മാൻ. മോണിറ്ററിസം, മിൽട്ടൺ ഫ്രീഡ്മാൻ. അപ്പൊ മോണിറ്ററിസത്തിന്റെ ഫാദർ ആണ് മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ന് പറയുന്നത്. ഇതിൽ കുറെ ലീഡിംഗ് എക്കണോമിക്സുകളുണ്ട്, അന്ന ഷൂട്ട്സ്, അതുപോലെ തന്നെ കാൾ ബ്രൂണർ, അലൻ മെറ്റ്സ്ലർ. ഇതൊക്കെയാണ് ലീഡിംഗ് എക്കണോമിക്സുകൾ എന്ന് പറയുന്നത്. അല്ലാതെയും കുറെ ആൾക്കാരുണ്ട്, എന്നാലും ലീഡിംഗ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അതായത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അന്ന ഷൂട്ട്സ്, കാൾ ബ്രൂണർ ആൻഡ് അലൻ മെറ്റ്സ്ലർ, ഇവരൊക്കെയാണ് ഇതിലെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ മോണിറ്ററിസം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലി മണി മാറ്റേഴ്സ്, പണപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ മോണിറ്ററിസം ഡീൽ ചെയ്യുന്നത്. ഒരു എക്കോണമിയില് എന്തൊക്കെ തന്നെ ഉണ്ടായിക്കോട്ടെ, അതിനെ എല്ലാത്തിനും കാരണം ഒരു മോണിറ്ററി ഫിനോമിന എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ മോണിറ്ററിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺലി മണി മാറ്റേഴ്സ്, മോണിറ്ററിസം ഓൺലി മണി മാറ്റേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഇനി ഇൻഫ്ലേഷൻ, നമ്മൾ പഠിച്ച ഒരു കാര്യം തന്നെയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യുവർലി മോണിറ്ററി ഫിനോമിന. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യുവർലി മോണിറ്ററി ഫിനോമിന. ഇവരെ കെയ്ൻസിനെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ്, അതുപോലെ തന്നെ പാർഷ്യലി ക്ലാസിക്കൽസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ക്ലാസിക്കൽസിന്റെ ഒരു ആശയം ഇവർ കടമെടുത്തിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വേജ് ആർ ഫ്ലെക്സിബിൾ. അതുപോലെ തന്നെ സെൻട്രൽ എന്ന് പറയുന്നത് റോൾ, മണിയുടെ റോൾ എന്ന് പറയുന്നത് സെൻട്രൽ ആണ്. നമ്മൾ പറഞ്ഞു ഓൺലി മണി മാറ്റേഴ്സ് ആണ്. അപ്പൊ മണിയുടെ റോൾ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ആണ്. എക്കണോമിക് സ്റ്റെബിലിറ്റി ആയാലും ഗ്രോത്തിനായാലും എന്തിനായാലും പണത്തിന്റെ റോളാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അടുത്താണ് ലോങ് റൺ മോണിറ്ററി ന്യൂട്രാലിറ്റി. ലോങ് റൺ മോണിറ്ററി ന്യൂട്രാലിറ്റി അത് അർത്ഥമാക്കുന്നത് ലോങ് റണ്ണിൽ മണി സപ്ലൈ ഓൺലി നോമിനൽ വേരിയബിൾസിനെ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ലോങ് റണ്ണിൽ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ഓൺലി നോമിനൽ വേരിയബിൾസ്, അതായത് പ്രൈസ് ലെവലിനെ മാത്രമാണ് ലോങ് റണ്ണിൽ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യില്ല, റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അതാണ് ഈ ലോങ് റൺ മോണിറ്ററി ന്യൂട്രാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻ ദ ലോങ് റൺ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ഓൺലി നോമിനൽ വേരിയബിൾ, നോട്ട് റിയൽ വേരിയബിൾസ്. അത് ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ ദ ലോങ് റൺ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ഓൺലി നോമിനൽ വേരിയബിൾസ്, ദാറ്റ് ഈസ് പ്രൈസ് ഓർ പ്രൈസ് ലെവൽ, നോട്ട് റിയൽ വേരിയബിൾ. റിയൽ വേരിയബിൾസ് ആയി നമ്മുടെ ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, അതിനൊന്നും ഒരിക്കലും മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇനി ഷോർട്ട് റൺ നോൺ മോണിറ്ററി ന്യൂട്രാലിറ്റി. ഷോർട്ട് റൺ നോൺ മോണിറ്ററി ന്യൂട്രാലിറ്റി, അതായത് ഷോർട്ട് റണ്ണില് മണി സപ്ലൈ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യും, റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ്, അങ്ങനെയുള്ള റിയൽ വേരിയബിൾസിനെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യും, മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ ഷോർട്ട് റൺ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് റിയൽ വേരിയബിൾസ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അസംപ്ഷൻ ആണ് ലോങ് റൺ മോണിറ്ററി ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ ഷോർട്ട് റൺ നോൺ മോണിറ്ററി ന്യൂട്രാലിറ്റി. ലോങ് റണ്ണിൽ ഒരിക്കലും മണി സപ്ലൈ റിയൽ വേരിയബിൾസിനെ എന്ത് ചെയ്യില്ല, ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഓൺലി നോമിനൽ വേരിയബിൾസിനെ മാത്രമാണ് ഇൻഫ്ലുവൻസ് ഉള്ളത്. അതാണ് ലോങ് റൺ മോണിറ്ററി ന്യൂട്രാലിറ്റി. ഇനി ഷോർട്ട് റൺ നോൺ മോണിറ്ററി ന്യൂട്രാലിറ്റി എന്ന് അർത്ഥമാക്കുന്നത് ഷോർട്ട് റണ്ണിൽ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യും, റിയൽ വേരിയബിൾസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി മണി സപ്ലൈ ഹാസ് ഡോമിനന്റ് ഇൻഫ്ലുവൻസ് ഓൺ നോമിനൽ ഇൻകം. അപ്പൊ മണി സപ്ലൈ നോമിനൽ ഇൻകത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ നോമിനൽ ആയിട്ടുള്ള എല്ലാ കാര്യത്തിനും എന്തായാലും മണി സപ്ലൈ ലോങ് റൺ ആയാലും ഷോർട്ട് റൺ ആയാലും ഇൻഫ്ലുവൻസ് ചെയ്യും. നോമിനൽ ആയിട്ടുള്ള ഏത് വേരിയബിൾസിനെയായാലും ഏത് എലമെന്റ്സിനെയായാലും മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ മണി സപ്ലൈ ഹാസ് ഡോമിനന്റ് ഇൻഫ്ലുവൻസ് ഓൺ നോമിനൽ ഇൻകം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു ഇവരുടെ ഐഡിയ ആണ് പ്രൈവറ്റ് സെക്ടർ ഈസ് ഇൻഹെറന്റ്ലി സ്റ്റേബിൾ, അതായത് പെർമനന്റ്ലി എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. പ്രൈവറ്റ് സെക്ടർ പെർമനന്റ്ലി സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയാണ് ബെസ്റ്റ് ആണ്. മോണിറ്ററിസം
പിന്നെ എന്തായാലും മോണിറ്ററി പോളിസി തന്നെയായിരിക്കും ബെസ്റ്റ് എന്ന് പറയുള്ളൂ. അപ്പൊ മോണിറ്ററി പോളിസിയാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത്.